ഗായ്സ്, ഇറ്റ്സ് മിഷൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടി നമുക്ക് 2 ബാഡ്ജ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഡെൽറ്റ ഇവിടെ കിടക്കുന്ന വെച്ചാൽ ആദ്യമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഡെൽറ്റ എടുക്കാം. അതിനുവേണ്ടി ഓറഞ്ച്, വൈറ്റ്, ഗ്രീന് നമ്മൾ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു നേരിയ കാർഡ്ബോർഡ് പീസ് വേണം. A4 ഷീറ്റിൻ്റെ കളറാണ് ഇത്. ബനിയനെല്ലാം വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി സർക്കിൾ വരയ്ക്കാൻ വേണ്ടി ഒരു മൂടി എടുത്ത് നമുക്ക് സർക്കിൾ വരയ്ക്കാം. ഇനി അത് കട്ട് ചെയ്യാം. ഇപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ 3 ഭാഗമായിട്ട് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. നമ്മളിത് 8 സെൻറ്റിമീറ്ററാണ് ഉണ്ടായത്. ഇനിയാണ് നമുക്ക് ഈ പേപ്പറിൻ്റെ ആവശ്യം വരുന്നത്. ഈ പേപ്പർ എടുക്കാം. അപ്പം ചെറിയൊരു പീസാണ് വേണ്ടത്. നമുക്ക് കട്ട് ചെയ്ത ബാലൻസ് ഉണ്ടായതുകൊണ്ട് അതാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കമ്മാക്കിയിട്ട് ഓറഞ്ച് പേപ്പർ ഇട്ടിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ താഴെ ഭാഗം കമ്മാക്കിയിട്ട് ഗ്രീൻ ഒട്ടിക്കാം. അപ്പം ഇനി നമുക്ക് അതിൻ്റെ നടുക്ക് വേണം ഒട്ടിക്കാവുന്നതാണ്. ഈ വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഒട്ടിക്കുന്നില്ല. ഇനി ഇവിടെയുള്ള ആ ബാലൻസ് കട്ട് ചെയ്ത് കളയാം. അപ്പം ഇത്ര വരായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചക്രം വേണം ഇതിൻ്റെ ഉള്ളിൽ വരയ്ക്കാൻ. അപ്പം അതിന് അളവ് വരുന്നൊരു മൂടി എടുക്കാം. ഇത് വൈറ്റിൻ്റെ ഉള്ള തളവാണ് എടുക്കേണ്ടത്. ഇനി സെൻറ്ററിൽ ഒരു ലൈൻ കൊടുക്കാം. ഇനി ഇങ്ങനെയും സെൻറ്ററിൽ കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വരച്ച ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇപ്പുറത്തെ കളിയിലും വരച്ചു കൊടുക്കാം. ഇനി ഓരോ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഈ 2 ലൈനായിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ 24 കാല് വേണം. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം.
അപ്പം ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിക്ക് ചെയ്യാം. ചക്രത്തിൻ്റെ മുകളിൽ ഗമ്മാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിനിടയ്ക്ക് സെൻറ്റർ കണ്ടുപിടിക്കണം, എന്നാലേ കറക്റ്റായി കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ബാഡ്ജ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിലും ആക്കാവുന്നതാണ്. ഇനി ഈ 3 പേപ്പറും എടുത്ത് ഒരു ഭാഗം 1 സെൻറ്റിമീറ്റർ, ഒരു ഭാഗം 5 സെൻറ്റിമീറ്ററുള്ള 3 പേപ്പർ നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ഇതേപോലെ തന്നെ ഗ്രീനും വൈറ്റും കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ തറ്റം കട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇവിടെ ഗമ്മാക്കിയിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിവിടെ ഈ പിന്ന് വെക്കണം. അപ്പോൾ അതിനു വേണ്ടി നമുക്കിങ്ങനെ ഒരു പേപ്പർ കട്ട് ചെയ്ത് നമുക്ക് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. അവിടെ പിന്ന് വെച്ചതിൻ്റെ മുകളിലാണ് ആ പേപ്പർ ഒട്ടിക്കേണ്ടത്. ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഷർട്ടിനെല്ലാം പിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.